Hello friends, welcome back to PravisMagic. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ ഐറ്റം ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ കടല. അപ്പം ഈ കടല കൊണ്ടുള്ള ഒരു ബജ്ജിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കത് അതിന് കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് ഞാനത് കാണിക്കാം. എൻ്റെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ചൂടായിട്ട് കഴിക്കാൻ പറ്റുന്ന ബജ്ജിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കടയിൽ നിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചമ്മന്തി കിട്ടും, ബജ്ജി ചമ്മന്തി. അപ്പോൾ അതും കൂടി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനൊന്ന് കഴിച്ച് കാണിക്കാം. നമ്മൾ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പം നമുക്കിത് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയിലേക്ക് പോവാം. കടല ബജ്ജി ചെയ്യാനായിട്ട് ഞാനിപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള കടലയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന് ഞാനൊരു 8 മണിക്കൂർ നല്ലപോലെ കുതിർത്തെടുത്ത കടലയാണ്. നമ്മൾ മിനിമം 8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു 3 പച്ചമുളക് വേണം. അത് എരി ഉണ്ടെങ്കിൽ 2 പച്ചമുളക് ആയാലും മതി. ഇപ്പം എരി കുറവായതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, ഈ ചെറിയ ഉള്ളിയാണ് നമ്മൾ മെയിനായിട്ട് ഇത് ചേർക്കേണ്ടത്. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമ്മൾ ചേർക്കണ്ട. സവാള എന്തായാലും ഇതിൽ ഉപയോഗിക്കരുത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ചേർക്കാതിരുന്നാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ജീരകമാണ്. ജീരകം ഒരു 2-3 പിഞ്ച് ജീരകം ഇട്ട് കൊടുത്താൽ മതി. ജീരകം ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ രുചി ഇതിന് കിട്ടുന്നത്. അപ്പം നമുക്ക് 2-3 പിഞ്ച് ജീരകം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. കട്ടത്തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ്. അപ്പം ഈ തൈര് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇത് ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം അരയ്ക്കുന്ന സമയത്താണ് ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് വെള്ളത്തിന് പകരം തൈര് ചേർക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തൈരിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാനൊരു 3 സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയെന്ന് അരച്ചിട്ട് ഞാൻ കൊണ്ടുവരാം. ഇത് ഞാൻ ഫുള്ള് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുക്കണം. ഒരു ശകലം പോലും അതിനകത്ത് തരി ഉണ്ടാവാൻ പാടില്ല, കടലയുടെ തരി ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ കറുത്ത കളർ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ കടലയുടെ തൊലിയാണ്. നമ്മൾ തൊലിയോടുകൂടിയല്ലേ ചെയ്യുന്നത്. കടലയുടെ തൊലിക്കാണ് കുറച്ചും കൂടെ വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളതെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ തൊലി ഇളക്കി കളയാതെ ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഒരു കറുത്ത ഒരു ഷെയ്ഡ് കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് ഓരോരുത്തർക്കുള്ള ടേസ്റ്റിനനുസരിച്ചാണ് ഉപ്പിടേണ്ടത്. ഒരുപാട് വേണ്ട, ഒരു 1/4 ഭാഗം ഉപ്പിട്ടാൽ മതി. പിന്നെ നമ്മൾ ഇനി ബജ്ജിക്ക് മാവിൽ ഉപ്പ് നമ്മൾ ചേർക്കുമല്ലോ, അതുകൊണ്ട് ഒരു 1/4 ഭാഗം ഉപ്പിട്ടാൽ മതി. അപ്പോൾ ഇവിടുത്തെ കണക്കിന് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്നും കൂടി ഒന്ന് നോക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് ഇതിലുപ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഈ പാത്രത്തിൽ ഞാനിപ്പോൾ നെയ്യാണ് തേച്ചേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് നെയ്യ് തേക്കാം, അല്ലെങ്കിൽ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം, വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. എന്തായാലും ബട്ടർ ഒന്നും തേക്കരുത്. നാടൻ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ നെയ്യ് അല്ലെങ്കിൽ എണ്ണയാണ് തേക്കേണ്ടത്. ഞാനിപ്പോൾ അതിനകത്ത് നെയ്യ് തേച്ചിട്ടുണ്ട്. ഈ ഇതിലേക്ക് നമുക്കിതിന് തേച്ച് കൊടുക്കാം. ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് അതൊരു വലിയ പാത്രം ഒരുപാട് തിക്നെസ് ഇത് വെന്ത് വരുമ്പോൾ ഒരുപാട് തിക്നെസ് ആയി വരരുത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം പാത്രം എടുക്കാനായിട്ട്. ഈ കട്ട വന്നു കഴിഞ്ഞാൽ ഇത് ബജ്ജി ഉണ്ടാക്കിയെടുക്കുമ്പം ഒരു രുചി ഉണ്ടാകത്തില്ല. അപ്പോൾ കുറച്ച് നല്ലൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് എയർ ബബിൾസ് ഒന്നും ഇല്ലാന്ന രീതിയിൽ നമുക്ക് നോക്കിയെടുക്കണം. നമുക്കിനി ഇതിന് കറക്റ്റായിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് പോകുമല്ലോ. അതിന് ശേഷം ഇനി നമുക്കിതിന് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം ഇതൊരു 30 മിനിറ്റോളം വേണ്ടി വരും ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പം കുക്കറെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി കുക്കറിലെ വെള്ളമൊക്കെ നിറച്ച് ആവി കയറ്റാനായിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അതിലോട്ട് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിന് നമ്മൾ കുക്കറിൽ വെച്ചതിന് ശേഷം ഇതിനൊന്ന് മൂടി വെക്കണം. എന്തെങ്കിലും ഒരു പാത്രം കൊണ്ടോ നമ്മുടെ അലൂമിനിയം ഫോയിലോ എന്തെങ്കിലും കൊണ്ടോ ഇതിനൊന്ന് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെള്ളം ഒന്നും ഇതിനകത്തോട്ട് കയറാതിരിക്കാനും, ഇതിങ്ങനെ അഥവാ പൊങ്ങി വരുമ്പം ഒരിങ്ങനെ പീസായിട്ട് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനല്ല, ഷേപ്പൊന്നും മാറാതിരിക്കാനും വെള്ളം ഇതിനകത്ത് ഇറങ്ങാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് മൂടി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് ഒരു 30 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കാം.
ഇത് നമ്മൾ വേവാൻ വെച്ചില്ലേ, ആ ടൈമിൽ നമുക്ക് ബജ്ജി ഉണ്ടാക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവല്ലെങ്കിൽ നമുക്ക് മൈദാമാവ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. അത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 1/2 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ആദ്യം നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതിനെ മിക്സ് ചെയ്യാം. അപ്പോഴേ അതൊരു കറക്റ്റായിട്ട് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. നമ്മുടെ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടേണ്ടത്. അപ്പം നമുക്കിത് ഈ മാവൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കടലമാവിൻ്റെ ആ കൂട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ബാറ്ററും ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കടലയുടെ മിക്സ് ഞാൻ നല്ലപോലെ നമ്മൾ ഇഡ്ഡലി കുക്കറിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പീസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സത്യത്തിൽ നമുക്ക് ഇപ്പം തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഞാൻ ശകലം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് കഴിച്ച് നോക്കിയായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം തന്നെ ഇത് ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അത് മാത്രമായിട്ടും കഴിക്കാൻ പറ്റും. പിന്നെ കടലയുടെ തൊലി നമ്മൾ കളയാത്തത് കൊണ്ട് ആ തൊലിയുടെ നമ്മൾ കടല കഴിക്കൂലേ, കടല കറി വെച്ച് കഴിക്കുമ്പോഴത്തേക്കും ആ തൊലി ലാസ്റ്റ് നമ്മൾ ചവയ്ക്കൂലേ, ആ ഒരു ഫീലിംഗ് ഇതിനുണ്ട്. പക്ഷെ എന്നാലും നല്ല രുചിയുണ്ട് കഴിക്കാനായിട്ട്. നല്ല രുചിയാണ് ഇപ്പം തന്നെ കഴിക്കാനായിട്ട്. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അല്ലെങ്കിൽ നമുക്കിനി ഇതിനെ ബജ്ജിയായിട്ട് ചുട്ടെടുക്കാം. അപ്പം അധികം കട്ടി കുറച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. ഒരുപാട് കട്ടിക്ക് നീളത്തിന് എടുക്കണ്ട. ഇതിപ്പോൾ ഞാൻ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം നമ്മുടെ ബജ്ജി മാവിൽ മുക്കിയിട്ട് വറുത്ത് കോരി എടുക്കാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് ഇതിൽ മുക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ഇത് മൂത്തൊന്നും വരേണ്ട കാര്യമല്ല. ഓൾറെഡി നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ള ഇതാണ്, കടലയുടെ കൂട്ടാണ്. പിന്നെ നമുക്ക് ഈ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും. ബജ്ജി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അധികം എണ്ണയൊന്നും ഇതിന് കുടിക്കത്തില്ല. ആവശ്യത്തിന് മാത്രം എണ്ണ എടുക്കത്തുള്ളൂ. ബാക്കി എണ്ണ നമ്മൾ വെച്ചിരുന്ന എല്ലാം ഇതിൽ കിടപ്പുണ്ട്, പാനിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബജ്ജിക്കുള്ള ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ബജ്ജിയുടെ കറിയാണ് ചമ്മന്തിയായിട്ട് നമുക്ക് മുളക് പോലെ ഇങ്ങനെ റെഡ് കളറിൽ തന്നെ കിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് 2 സവാള ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ജസ്റ്റ് സോക്ക് ചെയ്തെടുക്കാം. സവാള നല്ല പോലെ അങ്ങനെ വാടി വരണ്ട, ഏകദേശം ഈ ഒരു രീതിയിൽ ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണമൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തി അരച്ചെടുക്കാം. ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ സവാള എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ചെറിയ തക്കാളിയാണ്, അതും നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 പീസ് ഇഞ്ചി. ഇത്രയാണ് ഇതിന് വേണ്ടത്. 1 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക്
ശകലം നാരങ്ങ നീരൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ ഇല്ലെങ്കിൽ നമുക്ക് ലെമൺ പിന്നെ നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ നാരങ്ങ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത്. ഇനി മിക്സിയിലിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ബജ്ജിയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ബജ്ജി ഉണ്ടാക്കി വെച്ച എണ്ണയില്ലേ, ആ എണ്ണ ഒരു ശകലം ഇതിൻ്റെ മുകളിലേക്ക് ചൂടായതുകൊണ്ടാണ് കടുവറുത്ത് ഒഴിക്കണം. അല്ലെങ്കിൽ ഈ എണ്ണ ശകലം ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താലും ഒരു 1.5 സ്പൂൺ എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇത് കടുക് വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കേണ്ട. കടുക് വറുത്ത് അല്ലെങ്കിൽ എണ്ണ ചൂടാക്കിയോ ഇതിലേക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ചമ്മന്തിയും ബജ്ജിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.